ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ IPS എന്നുള്ള പദവി അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു SI ടെസ്റ്റ് പാസ്സായി അതിൻ്റെ ഫിസിക്കലിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ നമ്മുടെ മിത്ര. അപ്പോൾ ഫിസിക്കലിന് വേണ്ടി മിത്ര നന്നായിട്ട് തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ആര്യനോടൊപ്പം പോകുന്നത്. എന്നാൽ കൃഷ്ണമംഗലത്തെ അച്യുതൻ്റെ ഇടപെടലിൻ്റെ ഫലമായി കറക്റ്റ് സമയത്ത് നമ്മുടെ മിത്രയ്ക്ക് അവിടെ ചേരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഫിസിക്കൽ ടെസ്റ്റ് ശരിക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ നമ്മുടെ മിത്ര അതിൽ ഫെയിലായി പോവാണ് കേട്ടോ. അപ്പം ഒരുപാട് തകർന്ന മനസ്സുമായിട്ടാണ് മിത്ര ദേവമംഗലത്തേക്ക് ചെല്ലുന്നത്. അപ്പം ആര്യനാണെങ്കിൽ മിത്രയെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരുപാട് സാന്ത്വന വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും അവസാനമല്ല, ഒരുപക്ഷെ ഇത് നിന്റെ തുടക്കമാകും. ഒരു സാധാരണ പോലീസുകാരിയായി ഒതുങ്ങാതെ നിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ IPS നേടാൻ വേണ്ടി കാലം നിനക്കായി കരുതി വെച്ചിരുന്നതാകും എന്നൊക്കെ പറയാം. ഇല്ല ആര്യ, ഇതുപോലും നേടാൻ കഴിയാത്ത ഞാൻ ഒരു IPS കാരിയാകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആര്യം പറയും, തൻ്റെ തെറ്റുകൊണ്ടാണോ നമുക്ക് ഫിസിക്കലിന് കറക്റ്റ് സമയത്ത് എത്തിപ്പെടാൻ സാധിക്കാതെ പോയത്? അതിൻ്റെയൊക്കെ പിന്നിൽ ആ കൃഷ്ണമംഗലത്തെ അച്യുതന, തൻ്റെ ചെറിയച്ഛൻ. അവിടെയുള്ളവരെ പറ്റി എന്തെങ്കിലും പറയുന്നത് തനിക്ക് വേദനാജനകമാണെന്ന് എനിക്കറിയാം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അയാൾ ഒറ്റൊരുത്തൻ കാരണമാ. ഇതിനൊന്നും നീ തോറ്റു കൊടുക്കരുത്. നിന്റെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് നീ നടന്ന് കയറണം എന്ന് ആര്യൻ മിത്രയോട് പറയണം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്ദിതയും അതുപോലെ ആനന്ദനും അറിയുന്നുണ്ട്. അപ്പം അവരും മിത്രയെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം മിത്ര വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയാണ് അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പം നന്ദിത പറയും, എൻ്റെ മോൾക്ക് ഈ അവസരം നഷ്ടപ്പെട്ടെന്ന് കരുതി ഇതൊന്നിൻ്റെയും അവസാനമായി മോള് കാണരുത്. നന്നായി പഠിക്കണം. ആരിനെ പോലെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നിന്റെ കൂടെ തന്നെ ഉള്ളത് നിന്റെ ഭാഗ്യമല്ലേ എന്ന് ചോദിക്കാം. അപ്പം അത് തൻ്റെ സൗഭാഗ്യമാണെന്ന് മിത്രയ്ക്ക് നന്നായിട്ട് അറിയാലോ. അപ്പം അനന്തനും പറയും, മോള് പഠിക്കണം. ഇതിലും വലിയ ജോലി എൻ്റെ മോളെ കാത്തിരിക്കുന്നുണ്ടാകും. അച്ഛനും അമ്മയും മോൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാകും എന്ന് മിത്രയോട് പറയാം. അപ്പം അച്ഛനും അമ്മയുടെയും ആരിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് മിത്രയുടെ മനസ്സിലും ഒരു പ്രചോദനം നൽകുകയാണ്. പണ്ട് ബാലൻ മിത്രയോട് പറഞ്ഞതുപോലെ മിത്ര ഒരു IPS കാരിയായി മാറാൻ തന്നെ മിത്ര തീരുമാനിക്കാം. അതിനുവേണ്ടി കഠിനമായി തന്നെ പഠിക്കാൻ മിത്ര തീരുമാനിക്കുകയാണ് കേട്ടോ. ഈ ചെറിയ ഒരു സ്വപ്നങ്ങളിൽ കാലിടറി വീണെന്ന് കരുതി ഇതൊന്നിൻ്റെയും അവസാനമല്ല. താൻ വലിയ സ്വപ്നം നേടുക തന്നെ ചെയ്യും. തൻ്റെ ആ നേട്ടമായിരിക്കും തന്നെ വഞ്ചിച്ച ചതിച്ചവർക്കുള്ള എല്ലാവർക്കുമുള്ള തിരിച്ചടി എന്ന് മിത്ര മനസ്സിൽ കണക്ക് കൂട്ടുവാണ്. അങ്ങനെ ആരിൻ്റെ സപ്പോർട്ടോടു കൂടി സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിനായിട്ട് നമ്മുടെ മിത്ര കഠിനമായി തന്നെ പഠിക്കുകയാണ്. രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനത്തോടു കൂടി തന്നെ അത് നേടിയെടുക്കാൻ നമ്മുടെ മിത്ര ശ്രമിക്കുക. അപ്പം മിത്രയ്ക്ക് താങ്ങായി ദേവമംഗലം മുഴുവനും അവളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. മിത്രയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ ഇട്ട് കൊടുത്തും ഗോമതിയും അതുപോലെ തന്നെ ഉറങ്ങാതെ കൂട്ടിരുന്ന് ആര്യനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിത്ര ആ കഠിനമായ ആദ്യത്തെ ശ്രമം മറികടക്കുക തന്നെ ചെയ്യും. അവൾ പ്രിലിംസ് എക്സാം ഒക്കെ പാസ്സാകുന്നുണ്ട്. അപ്പം പ്രിലിംസ് പാസ്സായി എന്നറിയുമ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുക. ദേവമംഗലത്ത് ഒരു ഉത്സവം തന്നെയാക്കി എല്ലാവരും കൂടി മാറ്റുന്നുണ്ട്. നമ്മുടെ മിത്രയുടെ ആദ്യത്തെ കടമ മിത്ര കടന്നിട്ടുണ്ട്. ഇനി മെയിൻസ് എക്സാം ആണ് കേട്ടോ. അങ്ങനെ മിത്രയ്ക്ക് പ്രിലിംസ് കിട്ടിയ കാര്യം കൃഷ്ണമംഗലത്തും എല്ലാവരും അറിയുന്നുണ്ട്. അതറിയുമ്പം നന്ദിതയ്ക്കും അനന്തനും ഒരുപാട് സന്തോഷമാവുക. തൻ്റെ മകള് സ്വപ്നം കണ്ടതുപോലെ അവളെല്ലാം നേടിയെടുക്കും. തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെയും അഭിമാനമായി അവൾ മാറും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം അച്യുതന് മിത്രയുടെ ഈ വളർച്ചയൊന്നും അങ്ങ് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് അച്യുതൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അനന്തനെ ഇനിയും താൻ പിണക്കിയാൽ എന്നേക്കുമായിട്ട് ഏട്ടൻ തന്നിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള ഭയം അച്യുതൻ ഇപ്പം നന്നായിട്ടുണ്ട്. മിത്രയുടെ SI ടെസ്റ്റിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാതെ പോയതിന് കാരണം അച്യുതനാണ് എന്നുള്ള കാര്യം അനന്തൻ അറിയാം. വീട്ടിലൊരു വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി അനന്തൻ കൂടുതലൊന്നും അച്യുതനോട് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു വാണിംഗ് എന്ന രീതിയിൽ ചെറിയ രീതിയിൽ അവർക്കിടയിൽ ഒരു സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. അതോടുകൂടി തന്നെ രാജശ്രീയും അച്യുതനും ഒരു പൊടിക്ക് ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെയായിരിക്കും സകല നഷ്ടങ്ങളും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദിതയും അനന്തനും മിത്രയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം മിത്രയാണെങ്കിൽ അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷമായിരുന്നു ആര്യനോടൊപ്പം പരീക്ഷ എഴുതാനൊക്കെ പോയിരുന്നത്. അപ്പം അനന്തൻ പറയും, എൻ്റെ മോൾക്ക് മെയിൻസ് എക്സാമും പാസ്സാകാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും അതും കിട്ടും. ഫിസിക്കലും കിട്ടും. മോള് വലിയൊരു IPS കാരിയായി മാറുക തന്നെ ചെയ്യും എന്ന മനം നിറയെ ആണ് കേട്ടോ അനന്തൻ നമ്മുടെ മിത്രയെ അനുഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നന്ദിതയുടെ മനസ്സ് നിറഞ്ഞിരിക്കുക. തൻ്റെ മകള് അവളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കും എന്നൊരു ചിന്ത അവർക്കും ഉണ്ട്.
ഇതേസമയം ആര്യനോട് നമ്മുടെ മിത്രയ്ക്ക് തീരാത്ത കടപ്പാടാണ്. അപ്പം ആര്യനോട് പറയും, ഞാൻ ഇങ്ങനെയൊക്കെ നേടിയെടുക്കാൻ കാരണം ആര്യൻ മാത്രമാണ്. ആര്യനെ പോലെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എൻ്റെ ഭർത്താവായി എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പം മിത്ര ഇങ്ങനെ പറയുമ്പം ആര്യൻ പറയും, എടോ പ്രിലിംസേ നമ്മൾ പാസ്സായിട്ടുള്ളൂ, ഇനി മെയിൻസും പാസ്സാകണം. നമ്മൾ നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടി താൻ കഠിനമായിട്ട് പരിശ്രമിക്കണം. അധികം നാൾ തൻ്റെ മുന്നിൽ ഇനിയില്ല. കൂടിപ്പോയാൽ ഒരു 3 മാസം അത്രേ തനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്ര മെയിൻസും പാസ്സാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. ഇത്തവണ താൻ പരാജയം നേരിടില്ല. തൻ്റെ ആരിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സ്വപ്നം താൻ വാനോളം ഉയർത്തും എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ മിത്രയുടെ മനസ്സിലുണ്ട്. അങ്ങനെ മെയിൻസ് എക്സാമിനുള്ള ഡേറ്റും മിത്രയ്ക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ദേവമംഗലത്തുള്ള എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുന്നതോടൊപ്പം കൃഷ്ണമംഗലത്ത് പോയി അച്യുതൻ്റെയും നന്ദിതയോടും അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം മിത്ര കൃഷ്ണമംഗലത്തേക്ക് വരുന്നത് അച്യുതനോട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാ ഇവള് വീണ്ടും കൃഷ്ണമംഗലത്തേക്ക് വരുന്നത്, ഇല്ലാത്ത ബന്ധമൊക്കെ ഇവള് സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ അച്യുതൻ പറയുന്നുണ്ടെങ്കിൽ പോലും അനന്തൻ അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം തൻ്റെ മകളെ മനസ്സ് നിറഞ്ഞു തന്നെ നന്ദിതയും അനന്തനും അനുഗ്രഹിച്ചാണ് അയക്കുന്നത്. അപ്പം മിത്ര പോയതിനു ശേഷം അച്യുതൻ ചോദിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ ധിക്കരിച്ച് ആ ദേവമംഗലത്ത് ജീവിക്കുന്നവളല്ലേ മിത്ര, അവളോട് ഇത്രയധികം സ്നേഹവും വാത്സല്യവും ഏട്ടൻ കാണിക്കേണ്ട എന്താവശ്യമുള്ളത്? ഏട്ടൻ്റെയും മേടത്തിയുടെയും തലകുനിയൻ കാരണക്കാരി പോലും അവളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദിത പറയുന്നുണ്ട്, അലോക് എങ്ങനെയാണോ അച്യുതന് അതുപോലെ തന്നെ അവൾ ഞങ്ങളുടെ ഏക മകളാ. മിത്രയോടും ഞങ്ങൾക്ക് ആ സ്നേഹവും വാത്സല്യവും ഉണ്ടാകും. ഞങ്ങളുടെ മകളെ ഞങ്ങളെ സ്നേഹിക്കരുതെന്ന് പറയാൻ അച്യുതൻ എന്ത് അർഹതയുള്ളത് എന്ന് ചോദിക്കാം. അപ്പം ഏടത്തി അങ്ങനെ തുറന്നടിച്ച് ചോദിക്കുമെന്ന് അച്യുതനോ രാജശ്രീയോ കരുതിയില്ല. അപ്പം രാജശ്രീ പറയും, അങ്ങനെയല്ല ഏടത്തി, നമ്മുടെ എല്ലാവരെയും തല കുനിക്കാനായിട്ട് കാരണക്കാരി ആരാ? ഇവൾ ഒറ്റ ഒരുത്തിയല്ലേ എന്ന്. അതുകൊണ്ടാണ് അച്ചുവേട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അനന്ത പറയുന്നുണ്ട്, നീ കൂടുതൽ മിത്രയുടെ കാര്യത്തിലൊന്നും ഇനി ഇടപെടാൻ നിൽക്കണ്ട. അവൾ ഞങ്ങളുടെ മകളാ. അവളോടുള്ള സ്നേഹവും വാത്സല്യവും എന്നും ഞങ്ങളുടെ മനസ്സിലും ഉണ്ടാകും. എൻ്റെ മകള് ഇപ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം നേടിയെടുക്കാനായിട്ടുള്ള യാത്രയിലാണ്. ഒരിക്കൽ നീയായിട്ട് അവളുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞതാ. അന്ന് ഞാൻ ഒന്നും പറയാതിരുന്നത് എൻ്റെ അനിയനാണ് നീ എന്നുള്ള പരിഗണന എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇനിയും എൻ്റെ മകളുടെ വഴിയിൽ നീ ഒരു തടസ്സമായി നിന്നാൽ അച്യുത, നീ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ശരിക്കും അറിയും. ഈ സമാധാനത്തിൽ സംസാരിക്കുന്ന അനന്തനായിരിക്കില്ല പിന്നെ നിന്നോട് സംസാരിക്കുക, മിത്രയുടെ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനന്തനും നന്ദതിയും അവരുടെ മുറിയിലേക്ക് കയറി പോവുക. അപ്പം അച്യുതൻ അവിടെ ദേഷ്യത്തോടു കൂടി രാജശ്രീയോട് പറയുക, കണ്ടോ ഏട്ടൻ ഇപ്പം ആ ആര്യനെയും മിത്രയും മാത്രം മതി, ഇവിടെ ഉള്ളവരോടൊന്നും ഏട്ടൻ ഇപ്പം യാതൊരു സ്നേഹവും പരിഗണനയും ഒന്നുമില്ല. ആ ബാലനും കുടുംബവും ഇവിടെ ഉള്ളവരോട് ചെയ്തതൊക്കെ ഏട്ടൻ എത്ര വേഗമാണ് മറന്നത് എന്ന് പറയാൻ കേട്ടോ. പക്ഷേ ഇതൊന്നും നമ്മുടെ അനന്തൻ കാര്യമായിട്ട് പോലും എടുക്കുന്നില്ല. അങ്ങനെ ആര്യനും മിത്രയും കൂടി മെയിൻസ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. മിത്രയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആ എക്സാമും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇത്തവണ നമ്മുടെ മിത്രയുടെ സ്വപ്നം പാതി വഴിയിൽ ഒലിച്ചു പോകുന്നില്ല. മിത്ര താൻ നേടിയെടുക്കുമെന്ന് വിചാരിച്ച ആ വലിയ പദവിയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആര്യൻ്റെ സപ്പോർട്ടോടു കൂടി മിത്ര ആ ഒരു പോലീസുകാരിയാകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും